കേരളത്തിലെ പേടിപ്പെടുത്തുന്ന ഒരു പ്രേത ബംഗ്ലാവ്. പ്രകൃതി സൗന്ദര്യങ്ങൾക്കിടയിൽ നിഗൂഢതകൾ നിറഞ്ഞ ബോണക്കാട് ബംഗ്ലാവിന്റെ ചുരുളഴിയുന്നു. ബോണക്കാട് ബംഗ്ലാവിൽ യഥാർത്ഥത്തിൽ പ്രേതമുണ്ടോ, അതോ ഇവയെല്ലാം വെറും കെട്ടുകഥകളാണ്? അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി മയങ്ങുന്ന സുന്ദരിയാണ് ബോണക്കാട്. ഇടയ്ക്ക് വന്ന് തഴുകിപ്പോകുന്ന കോടമഞ്ഞും പിന്നെ തെളിഞ്ഞു കാണാനാകുന്ന കുന്നുകളും പച്ചപ്പിന്റെ എല്ലാ സൗന്ദര്യവും നെയ്തു വെച്ചിരിക്കുന്ന കാടഴകും ദൂരെ വെള്ളിപ്പാദസരം പോലെ ഒഴുകുന്ന പുഴയും അവിടെ നിരവധി കഥകളും നിഗൂഢതകളുമായി ഉറങ്ങുന്ന ഒരു ബംഗ്ലാവും. തിരുവനന്തപുരത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ബോണക്കാട് ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ബോണക്കാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് 12 കിലോമീറ്ററോളം കാട്ടിലൂടെ യാത്ര ചെയ്തു വേണം ഈ ബംഗ്ലാവിലെത്താൻ. 1.5 നൂറ്റാണ്ട് മുമ്പത്തെ വെള്ളക്കാർ ഈ പ്രദേശത്ത് തേയില കൃഷി തുടങ്ങി. 2500ഓളമുള്ള കാടുകൾ വെട്ടിത്തളിച്ച് അവർ തേയില ചെടികൾ നട്ടു. പണിക്കാർക്ക് താമസിക്കാനായി ലയങ്ങൾ പണിതു. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാനായി 1951 പണിതതാണ് ഇവിടുത്തെ ഈ ബംഗ്ലാവ്. പിന്നീട് തൊഴിലാളി സമരത്തെ തുടർന്ന് തോട്ടവും തേയില ഫാക്ടറിയും പിൽക്കാലത്ത് പൂട്ടി. അതോടെ എസ്റ്റേറ്റ് ലയങ്ങളെല്ലാം ഉപയോഗശൂന്യമായി. വളരെ മനോഹരവും ആധുനിക രീതിയിൽ നിർമ്മിച്ച ഒരു കെട്ടിടവുമാണ് ഈ ബംഗ്ലാവ്. വിശാലമായ 4 മുറികൾ, സ്വീകരണ മുറിയിലും പാശ്ചാത്യ രീതി അനുസരിച്ച് തീ കായാനുള്ള നെരുപ്പോട് കാണാൻ സാധിക്കും. വിജനവും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലത്തെ പോലെ തന്നെ ബോണക്കാട്ടെ ഈ നിഗൂഢ ബംഗ്ലാവിനെ കുറിച്ചും ഭീതി ഉണർത്തുന്ന പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ബോണക്കാട് ബംഗ്ലാവിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ എന്താണെന്ന് നോക്കാം. വെള്ളക്കാരനായ എസ്റ്റേറ്റ് മാനേജറും കുടുംബവുമായിരുന്നു ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത്. അവിടെ താമസിക്കാൻ തുടങ്ങി അധിക കാലമാകുന്നതിനു മുമ്പേ അവരുടെ 13-കാരിയായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെടുന്നു. ഇതോടെ ഇന്ത്യ എടുത്ത സായിപ്പ് ലണ്ടനിലേക്ക് മടങ്ങി. എന്നാൽ പിന്നീട് അവിടെ താമസിച്ച പലരും ജനാലയുടെ സമീപം ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടുവെന്നാണ് കഥ. അവളുടെ പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും കേട്ടുവെന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ആത്മാവ് ശാന്തി കിട്ടാതെ അലയുകയാണെന്നാണ് കഥ. ഒരിക്കൽ വിറകു പെറുക്കാനായി ഇവിടെ ഒരു പെൺകുട്ടി എത്തുന്നു. പിന്നീട് അവൾക്ക് പ്രേതബാധ ഉണ്ടായതായാണ് പ്രചരിക്കുന്ന മറ്റൊരു കഥ. എഴുതാനും വായിക്കാനും അറിയാതിരുന്ന ആ പെൺകുട്ടി ബംഗ്ലാവിൽ പോയി വന്നതിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയത്രേ. ആ പെൺകുട്ടിയാണെങ്കിൽ കുറച്ചു നാളുകൾ മാത്രമാണ് ജീവിച്ചത്. അവൾ എങ്ങനെയോ മരണപ്പെടുകയും ചെയ്തു. ഈ പ്രചരിക്കുന്നവയെല്ലാം കെട്ടുകഥയാണ്. അനേകം കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം സത്യമല്ലെന്നാണ് നാട്ടുകാർ അടക്കമുള്ള ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ എത്രത്തോളം അഴിഞ്ഞാടുന്നുവെന്ന കാര്യം. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു വരുത്തുന്ന കെട്ടുകഥകൾ മാത്രമാണെന്ന് പറയുന്നവരാണ് അധികവും. എന്തൊക്കെയായിരുന്നാലും ഈ കഥകൾക്ക് പിന്നിലെ സത്യമെന്തെന്ന് ആർക്കും അറിയില്ല. നിരവധി നിഗൂഢതകളുമായി ബോണക്കാട് ബംഗ്ലാവ് ഇപ്പോഴും അവിടെ തുടരുന്നു.